അപ്പോൾ നമുക്ക് ഈ ആഗ്രഹങ്ങളെ എങ്ങനെയാണ് ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നത് എന്നൊന്ന് നോക്കാം. വൈറ്റ് പേപ്പർ എടുക്കുന്നു, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണോ, ഇരുന്ന ശേഷം നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മുടെ പ്രൊഫഷൻസൊക്കെ എഴുതുവാണ്. നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ലക്ഷ്യങ്ങൾ, അതിനകത്ത് ഡോക്ടർ ഉണ്ടാവാം, എൻജിനീയർ ഉണ്ടാവാം, പോലീസ്, ഡ്രൈവർ, ടീച്ചേഴ്സ്, നേഴ്സ്, എല്ലാ പ്രൊഫഷനും നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ കുറച്ച് ഫിൽട്ടർ ചെയ്ത് കളയുന്നു. ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നമ്മളുടെ സ്കില്ല്, നമ്മുടെ പാഷൻ, നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം ഇത് എഴുതുമ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ സോട്ട് അനാലിസിസ് എന്ന് പറയും. നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം. അതുകൂടി ഇതിനകത്ത് പരിഗണിക്കുക. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ മടിയുണ്ട്, ദേഷ്യമുണ്ട്. അതുകൂടാതെ നമ്മളുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇതൊക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ വേണം ഇതൊക്കെ എഴുതാൻ. അതിനുശേഷം നമ്മൾ വീണ്ടും ഫിൽട്ടർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സ്കില്ലും പാഷനും നമ്മളുടെ കഴിവും കുറവും എല്ലാം പരിഗണിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ഫിൽട്ടർ ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ മ്യൂസിഷ്യൻ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒരു പ്രൊഫഷൻ. എനിക്ക് പാട്ട് പാടാൻ സാധിക്കില്ല, എനിക്ക് പാട്ട് ആസ്വദിക്കാൻ മാത്രമാണ് പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ മ്യൂസിഷ്യനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. കാരണം എന്താണ്, പാട്ട് പാടുക എന്നുള്ളതൊക്കെ ഒരു ജന്മസിദ്ധിയാണ്. അതിൻ്റെ പുറകെ നമുക്ക് പിന്നെ എത്ര പരിശ്രമിച്ച് നടന്നാലും എത്താൻ പറ്റുമെന്ന് തോന്നണില്ല. നമ്മൾക്ക് സമയം നഷ്ടപ്പെടുത്താമെന്നുള്ളൂ. അപ്പം നമ്മുടെ മെയിൻ പ്രൊഫഷൻ്റെ കൂടെ ഇത് വേണമെങ്കിൽ നമുക്കൊരു സൈഡായിട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഫിൽട്ടർ ചെയ്തു. ഫിൽട്ടർ ചെയ്തതിന് ശേഷം വരുന്നതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്.